നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ ഇന്ന് മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പല സ്ഥലങ്ങളിലും അപകടകരമാകും വിധം പൊടിക്കാറ്റിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. മിക്ക പ്രദേശങ്ങളിലും ഇന്ന് മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. തിങ്കളാഴ്ച വരെ, അതായത് ഇന്ന് വരെ രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പല സ്ഥലങ്ങളിലും ശക്തമായ മഴയ്ക്കൊപ്പം 60 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അതേസമയം ചില സ്ഥലങ്ങളിൽ മിതമായ മഴയ്ക്കൊപ്പം 50 കിലോമീറ്ററിലധികം വേഗതയിൽ പൊടിക്കാറ്റും ആലിപ്പഴ വർഷവും ഉണ്ടാകും. അതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ജനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിൽ കഴിയണമെന്നും സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മക്ക നഗരത്തിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കൊപ്പം സജീവമായ പൊടിക്കാറ്റും പ്രതീക്ഷിക്കുന്നുണ്ട്. അൽ ജാമൂം, ബഹ്റ, തായിഫ്, അൽ അദം, അർദിയാത്ത്, മെയ്സാൻ, അൽ കാമിൽ, അൽ ലെയ്ത്ത്, ഖുൻഫുദ എന്നിവിടങ്ങളിലും യാംബു, ബദർ എന്നിവ ഉൾപ്പെടെ മദീന മേഖലയിലും അൽ ബഹ, ഹൈൽ, തബൂക്ക്, അൽ ജൌഫ്, മറ്റ് വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലും മഴയും കാറ്റും പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിൽ കഴിയണമെന്നും വെള്ളക്കെട്ടുകൾ, താഴ്വരകൾ, വെള്ളമൊഴുകുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും സിവിൽ ഡിഫൻസ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതേസമയം കനത്ത മഴയിൽ വെള്ളപ്പൊക്കം ഉണ്ടായതിനെ തുടർന്ന് ചെന്നൈയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി ഒമാൻ എയർ അധികൃതർ അറിയിച്ചു. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാകുന്നതോടെ സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് ഒമാൻ എയർ അറിയിച്ചത്. കൂടുതൽ വിവരങ്ങൾക്ക് +9 682453 111 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം മിഗ് ജൌം ചുഴലിക്കാറ്റ് നാളെ തീരം തൊടാനിരിക്കെ ചെന്നൈയിലും സമീപ പ്രദേശങ്ങളിലും അതിതീവ്ര മഴയാണ് അനുഭവപ്പെടുന്നത്. താഴ്ന്ന പ്രദേശങ്ങളും വീടുകളും എല്ലാം ഇതിനോടകം വെള്ളത്തിനടിയിലായി. റൺവേയിൽ വെള്ളം കയറിയതോടെ രാത്രി 11 മണിവരെ ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് ചെന്നൈയിലെ വിവിധ മെട്രോ സ്റ്റേഷനുകൾക്ക് സമീപം വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. സെന്റ് തോമസ് മെട്രോ സ്റ്റേഷനിൽ 4 അടിയോളം വെള്ളം കെട്ടിനിന്ന സ്റ്റേഷനിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെട്ടു. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. വെള്ളക്കെട്ടിൽ പാർക്ക് ചെയ്ത കാറുകൾ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. വെള്ളക്കെട്ടിൽ പാർക്ക് ചെയ്ത കാറുകൾ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടെ കനത്ത മഴയിൽ 4 മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.